എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനോട് കൂടിയെല്ലാം കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക പുളിങ്കറിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായി നമുക്ക് വേണ്ടത് വെണ്ടയ്ക്കയാണ്. അത് ഞാനിവിടെ നന്നായി കഴുകി വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുള്ളതാണ്. ഈ സൈസിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ പുഴുവെല്ലാം ഉണ്ടാകും, അപ്പോൾ അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഇത് 1/4 കിലോ വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളി. ഞാനിവിടെ 10 എണ്ണം എടുത്ത് 2ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓപ്ഷനിലാണ്, ഇതില്ലെങ്കിലും നിങ്ങൾക്ക് സവാള എടുത്താലും മതിയാകും. പക്ഷെ ഇതിടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാനിവിടെ വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, 1/2 തക്കാളി, പിന്നെ കുറച്ച് തേങ്ങ. ഇത് അരയ്ക്കാനുള്ളതാണ്. ഞാനിവിടെ അരമുറി തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. ഒരു വലിയ നെല്ലിക്ക സൈസ് പുളി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനു വേണ്ടിയുള്ള മസാലകളെല്ലാം ഞാനത് ഇടുമ്പോൾ പറയാം. അപ്പോൾ അതിനായിട്ട് ഒരു കടായിയിൽ 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏത് എണ്ണയാണെങ്കിലും യൂസ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ അതിലോട്ട് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ കടുകും ഒന്ന് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് അതിനെ ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്കതിലോട്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. ഇതിനെയും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴന്ന് വന്നതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുത്ത് ഇതിനെയും ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്കതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നന്നായി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി വേണ്ടത് മസാലകളാണ്. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇതുപോലെ വെണ്ടയ്ക്കയുടെ എല്ലാ ഭാഗത്തും ചേരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിനെയും ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളി ഒന്ന് വേകുന്നത് വരെ ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് മൂടി വെച്ചാലും മതിയാകും. ഇവിടെ തക്കാളിയെല്ലാം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. വെണ്ടയ്ക്കെല്ലാം ഒന്ന് മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് വെണ്ടയ്ക്കെല്ലാം വേകുന്നത് വരെ ഒന്ന് മൂടി വെച്ച് വേവി. ഇവിടെ വെണ്ടയ്ക്കെല്ലാം തന്നെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായി ഒന്ന് തിളപ്പിക്കുക. ഇവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ആഡ് ചെയ്യണം. നിങ്ങൾക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ തേങ്ങ ആഡ് ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് വേറെയാണ്. ഇനി നമുക്ക് സ്റ്റൗ സിമ്മിൽ വെച്ച് അരച്ച് വെച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിനെയും ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. നമുക്കതിനെ ഒന്ന് ലൂസാക്കുവാൻ ഞാൻ ആ തേങ്ങ എടുത്ത കപ്പിൽ തന്നെ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒഴിക്കുന്നുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി മതിയാകും. ഇതിനെ ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇതിവിടെ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത് മതിയാകും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിത്തഴയും ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക പുളി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനെല്ലാം ഈ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ താങ്ക്